ആ രീതിയിലുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടിനകത്ത് IPC ഒഫൻസ് ഒന്നും പറയാതെ ഈ രീതിയിലുള്ള ലംഘനം പറഞ്ഞാൽ അത് നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് മറ്റുള്ളവർ ചെയ്ത മറ്റു പ്രതികളുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങേര് നടത്തിയിട്ടുണ്ടോ? ഇങ്ങേര് ആ തന്ത്രി എന്ന് പറയുന്ന അദ്ദേഹം ശബരിമലയെ മറ്റ് ജീവനക്കാരെ പോലെ തന്നെ ഒരു സബോർഡിനേറ്റ് ആളാണ്. അയാൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ശമ്പളം കൊടുക്കും, അത് വാങ്ങിച്ചുകൊണ്ട് പോകും. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മേലധികാരി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രസിഡന്റിന് മുകളിലുള്ള ദേവസ്വം മന്ത്രിയും തന്നെയാണ്. അവർ പറയുന്നതിന് അപ്പുറത്തോട്ടൊന്നും ശബരിമലയിൽ ഒന്നും നടക്കില്ല. അത് തന്ത്രിയായാലും ആരായാലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളും താന്ത്രിക വിധിപ്രകാരം അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാവുന്നല്ലാതെ അവരിനി നടപൂട്ടി പോയി കഴിഞ്ഞാൽ പിന്നീട് അവർക്കതിലൊന്നും കൺട്രോളില്ല.